convolution theorem for Fourier transforms. f of x ഉം g of x ഉം രണ്ട് ഫങ്ഷൻസ് ആണെങ്കിൽ അതിൻ്റെ കൺവല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് f of x കൺവല്യൂഷൻ g of x is equal to integral minus infinity to infinity f of u into g of x minus u du. ഇത് ജനറൽ ഇക്വേഷനാണ്, കൺവല്യൂഷൻ കാണാനുള്ള ജനറൽ ഇക്വേഷനാണിത്. ഇനി നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത് ഫൊറിയർ ട്രാൻസ്ഫോമിനകത്തുള്ള കൺവല്യൂഷൻ തിയറം, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ പ്രൂഫുമാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് കൺവല്യൂഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ ഫൊറിയർ ട്രാൻസ്ഫോംസ്. Fourier transform of f of x convolution g of x is equal to Fourier transform of f of x into Fourier transform of g of x. അതായത് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും രണ്ട് ഫങ്ഷൻസ്, അതിൻ്റെ കൺവല്യൂഷൻ എടുത്തിട്ട് ആ കൺവല്യൂഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ആ രണ്ട് ഫങ്ഷൻസിൻ്റെയും ഫൊറിയർ ട്രാൻസ്ഫോമുകളുടെ പ്രോഡക്റ്റിനോട് ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ അതിൻ്റെ പ്രൂഫാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്കറിയാം, ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്, ജനറൽ ഇക്വേഷനാണ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ എസ് എക്സ് ഡി എക്സ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം അതിൻ്റെ എൽ എച്ച് എസ് എടുക്കുവാണ്. അപ്പോൾ എൽ എച്ച് എസ് എന്ന് പറയുന്നത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് കൺവല്യൂഷൻ ജി ഓഫ് എക്സ് ആണല്ലോ. ഇതെന്ന് പറയുന്നത് ഇവിടെ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് കൺവല്യൂഷൻ ജി ഓഫ് എക്സ് എന്നല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സ് കൺവല്യൂഷൻ ജി ഓഫ് എക്സിനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ആ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഈ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് യു ഡി യു എന്ന് വരും. ഇനി ഈ സ്റ്റെപ്പ് ഉണ്ടോ, ഇതിനകത്ത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ എസ് എക്സ് ഡി എക്സ് അല്ലേ. അപ്പോൾ ഇതും ആ സെയിം ഫോമിൽ കിടക്കുന്ന ഇക്വേഷൻ അല്ലേ. ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് യു ഡി യു ആണെന്ന് അല്ലേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഈസ് ഈക്വൽ ടു ഈ ഇൻ്റഗ്രൽ ആണിത്. അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, പിന്നെ ഈ ഇക്വേഷനാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സിൻ്റെ പ്ലേസിൽ എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് യു ഡി യു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ബാക്കി ഇ റേസ് ടു ഐ എക്സ് ഐ എസ് എക്സ് ഡി എക്സ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഈ സ്റ്റെപ്പിൽ നമ്മൾ ആദ്യം യു വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ആ കിട്ടുന്ന ആൻസറിന് പിന്നെ എക്സ് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എക്സ് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് യു വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഇൻ്റഗ്രൽസും ഇൻ്റർചേഞ്ച് ചെയ്യും. അപ്പോൾ ഇത് സെയിം ഇൻ്റഗ്രൽ ആയത് കാരണം നമുക്കിവിടെ അത് മനസ്സിലാവില്ല എന്നുള്ളൂ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ജി ഇൻറ്റു എക്സ് ജി ഓഫ് എക്സ് മൈനസ് യു ഇൻറ്റു ഇ റേസ് ടു ഐ എസ് എക്സ് ഡി എക്സ് ഡി യു എന്ന് വരും. ഇനി നമ്മൾ ചെയ്യുന്ന ഇവിടെ എക്സ് മൈനസ് യുവിന് പകരം ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി ആയിരിക്കുമല്ലോ. പിന്നെ എക്സ് മൈനസ് യു ടി ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ടി പ്ലസ് യു എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതാം. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഇൻറ്റു ബ്രാക്കറ്റിൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ജി ഓഫ് ടി എന്ന് വരും. എക്സ് മൈനസ് യുവിന് പകരം ടി കൊടുത്തു. അപ്പോൾ ജി ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു ഐ എസ് എക്സിന് പകരം ടി പ്ലസ് യു, പിന്നെ ഡി എക്സ് മാറ്റിയിട്ട് ഡി ടി കൊടുക്കും, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഇവിടുത്തെ ഡി യു അതുപോലെ തന്നെ കൊടുക്കും. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ടേമിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നേ ഉള്ളൂ ഈ സ്റ്റെപ്പിനകത്ത്. അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ജി ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു ഐ എസ് ടി ഇൻറ്റു ഇ റേസ് ടു ഐ എസ് യു ഡി ടി ഡി യു എന്ന് വരും. പിന്നെ ഇവിടെ നമ്മൾ ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ടേം എന്ന് പറയുന്നത് നമ്മൾ ടി വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇ റൈസ് ടു ഐ എസ് യു എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ അതിനെ പുറത്തേക്ക് എടുക്കും.
അപ്പോൾ ഇൻ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് യു ഇൻറ്റു ഇ റൈസ് ടു ഐ എസ് യു ബ്രാക്കറ്റിൽ ഇൻ്റഗ്രൽ -∞ to ∞ ജി ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു ഐ എസ് ടി ഡി ടി ഡി യു എന്ന് വരും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്ന ഈ ഡി യുവിനെ ഇപ്പുറത്തേക്ക് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇൻ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് യു ഇൻറ്റു ഇ റൈസ് ടു ഐ എസ് യു ഡി യു ഇൻറ്റു ഇൻ്റഗ്രൽ -∞ to ∞ ജി ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു ഐ എസ് ടി ഡി ടി എന്ന് വരും. ഇവിടെ ഇത് യുവിൻ്റെ ഫംഗ്ഷനും ഇത് ടിയുടെ ഫംഗ്ഷനല്ലേ. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ ഇതിനെ രണ്ടിനെയും യുവിൻ്റെ ഫംഗ്ഷനെയും ടിയുടെ ഫംഗ്ഷനെ നമ്മൾ എക്സിൻ്റെ ഫംഗ്ഷനായിട്ട് മാറ്റി എഴുതും. അപ്പോൾ ഇൻ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു ഐ എസ് എക്സ് ഡി എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ -∞ to ∞ ജി ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു ഐ എസ് എക്സ് ഡി എക്സ് എന്ന് എഴുതും. ഇനി ഈ ടേം എന്ന് പറയുന്നത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് അല്ലേ, നമ്മൾ മുമ്പേ നോക്കിയ ഇക്വേഷനിനകത്തുണ്ടായിരുന്നു അത്, ഈ ഇക്വേഷൻ. അപ്പം ഇതെന്ന് പറയുന്നത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സും ഈ ടേം എന്ന് പറയുന്നത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സും ആണ്. അപ്പം നമുക്ക് ആർ എച്ച് എസിൽ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ് എന്ന് കിട്ടും. അപ്പം നമ്മൾ ഈ തിയറം പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് കൺവല്യൂഷൻ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ്. അടുത്തതെന്ന് പറയുന്നത് പാർസവാൾസ് ഐഡൻറ്റിറ്റി ഫോർ ഫൊറിയർ ട്രാൻസ്ഫോംസ് ആണ്. അപ്പോൾ സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സും അതുപോലെ സ്മോൾ ലെറ്റർ ജി ഓഫ് എക്സും രണ്ട് ഫങ്ഷൻസാണ്. അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോമിനെ നമ്മൾ സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോമിനെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്നും ഈ ജി ഓഫ് എക്സിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോമിനെ ക്യാപിറ്റൽ ജി ഓഫ് എസ് എന്നും എടുക്കുകയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന രണ്ട് റിലേഷൻസിനെയാണ് നമ്മൾ പാർസവാൾസ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വൺ 1/2π ഇൻ്റഗ്രൽ -∞ to ∞ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ക്യാപിറ്റൽ ജി ബാർ ഓഫ് എസ് ഡി എസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ to ∞ സ്മോൾ എഫ് ഓഫ് എക്സ് ഇൻറ്റു സ്മോൾ ജി ബാർ ഓഫ് എക്സ് ഡി എക്സ് എന്നായിരിക്കും. ഇതിനകത്ത് ഈ നമ്മൾ ബാർ ഇട്ടേക്കുന്ന കോംപ്ലക്സ് കോഞ്ചുഗേറ്റിനെയാണ് നമ്മൾ ബാർ ഇട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി സെക്കൻഡ് റിലേഷൻ എന്ന് പറയുന്നത് 1/2π ഇൻ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എസ് ദ ഹോൾ സ്ക്വയർ ഡി എസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ് ആയിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനകത്ത് ഈ ഫസ്റ്റ് ഐഡൻറ്റിറ്റിയുടെ പ്രൂഫാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പം പ്രൂഫ് നോക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ ഡെറിവേഷനകത്ത് ഒരു ഫംഗ്ഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോമിനുള്ള ഇക്വേഷൻ പറഞ്ഞില്ലായിരുന്നു. അതുപോലെ തന്നെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അതാണ് ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/2π ഇൻ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എസ് ഇൻറ്റു ഇ റൈസ് ടു -i എസ് എക്സ് ഡി എസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളതിൻ്റെ ഈ ഫസ്റ്റ് റിലേഷൻ്റെ ആർ എച്ച് എസ് ആദ്യം എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആർ എച്ച് എസ് എന്ന് പറയുന്നത് ഇതല്ലേ, ഇൻ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ബാർ ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ നമ്മൾ ഈ ജി ബാർ ഓഫ് എക്സിൻ്റെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ആണ് അടുത്ത സ്റ്റെപ്പിലേക്ക് എഴുതുന്നത്. അന്നേരം ഈ എഫ് ഓഫ് എക്സിൻ്റെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/2π ഇൻ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എസ് ഇൻറ്റു ഇ റൈസ് ടു -i എസ് എക്സ് ഡി എസ് അല്ലേ. അപ്പോൾ ഇവിടെ അതിന് പകരം നമ്മൾ ഈ എഫ് ഓഫ് എക്സിന് പകരം ജി ബാർ ഓഫ് എക്സ് എടുത്താൽ അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എക്സ് ഇൻറ്റു 1/2π ഇൻ്റഗ്രൽ -∞ to ∞ ജി ബാർ ഓഫ് എസ് ഇൻറ്റു ഇ റൈസ് ടു ഐ എസ് എക്സ് ഡി എസ് ഡി എക്സ് എന്ന് വരും. ഇവിടെ ഈ ഇ റൈസ് ടു -i എസ് എക്സിൻ്റെ മൈനസ് വരാത്തതിന് കാരണം നമ്മളിവിടെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് അല്ലേ എടുക്കുന്നത്. അപ്പോൾ -iയുടെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കുമ്പോൾ അത് +i ആവും. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വരാത്തത്. ഇനി
അടുത്ത സ്റ്റെപ്പിൽ നമ്മളിതിൻ്റെ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ ചേഞ്ച് ചെയ്യുക ചെയ്യുന്നത്. അതുപോലെ 1/2π കോൺസ്റ്റൻ്റ് അല്ലായിരുന്നു ഇവിടെ. ഈ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള 1/2πനെ ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കും. അതുപോലെ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ ചേഞ്ച് ചെയ്യും. അന്നേരം നമുക്ക് 1/2π ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി g bar of s ഇൻറ്റു ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി f of x ഇൻറ്റു e raised to i sx dx ds എന്ന് കിട്ടും. ഇനി ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ഈ ടേം എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം അല്ലേ, അതിൻ്റെ ഇക്വേഷനാണത്. നമ്മൾ കഴിഞ്ഞ ഡെറിവേഷനിൽ കണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഈ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് അല്ലേ, ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ എസ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ഈ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സിനെയാണ് നമ്മൾ ഈ ഡെറിവേഷൻ ചെയ്തു തുടങ്ങിയപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് എടുത്തിരുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ എഫ് ഓഫ് എസ് എന്ന് കൊടുക്കുന്നത്. അപ്പോൾ 1/2π ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി g bar of s ഇൻറ്റു എഫ് ഓഫ് എസ് ഡി എസ് എന്ന് കിട്ടും. ഇത് നമ്മുടെ ഫസ്റ്റ് ഐഡൻറ്റിറ്റിയുടെ LHS ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റിലേഷൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് റിലേഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഫസ്റ്റ് റിലേഷൻ്റെ അകത്ത് ജി ഓഫ് എക്സിന് പകരം എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കും. അപ്പം ഇതല്ലായിരുന്നു ഫസ്റ്റ് റിലേഷൻ. അതിനകത്ത് ഈ ജി ഓഫ് എസ് അല്ലെങ്കിൽ ജി ബാർ ഓഫ് എസിന് പകരം നമ്മൾ എഫ് ബാർ ഓഫ് എസ് എന്ന് കൊടുക്കും. അന്നേരം 1/2π ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഇൻറ്റു ജി ബാർ ഓഫ് എസിന് പകരം എഫ് ബാർ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു സ്മോൾ ലെറ്റർ ജി ബാർ ഓഫ് എക്സിന് പകരം എഫ് ബാർ ഓഫ് എക്സ് എന്ന് കൊടുക്കും ഇൻറ്റു ഡി എക്സ് എന്ന് വരും. ഇനി ഈ എഫ് ഓഫ് എസ് ഇൻറ്റു എഫ് ബാർ ഓഫ് എസ് എന്ന് പറയുന്നത് എഫ് ഓഫ് എസ് ദ ഹോൾ സ്ക്വയർ അല്ലേ. അതുപോലെ ഇവിടെയും സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് ഇൻറ്റു സ്മോൾ ലെറ്റർ എഫ് ബാർ ഓഫ് എക്സ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പം നമുക്ക് ഈ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. 1/2π ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ദ ഹോൾ സ്ക്വയർ ഡി എസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇതാണ് സെക്കൻഡ് റിലേഷൻ. ഇനി പിന്നെ നമുക്ക് പറയാനുള്ള ഈ പാർസെൽവസ് ഐഡൻറ്റിറ്റീസ് ഫോർ ഫൊറിയർ കൊസൈൻ ആൻഡ് സൈൻ ട്രാൻസ്ഫോംസാണ്. അപ്പം അതെന്ന് പറയുന്നത് ഇതാണ് 4 റിലേഷൻസ്, 4 ഐഡൻറ്റിറ്റീസ്. അപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് സി ഓഫ് എസ് ഇൻറ്റു ജി സി ഓഫ് എസ് ഡി എസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഡി എക്സ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എഫ് സി ഓഫ് എസ് ദ ഹോൾ സ്ക്വയർ ഡി എസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി മോഡുലസ് എഫ് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. ഇതിനകത്ത് ഈ സി എന്ന് പറയുന്നത് നമ്മൾ ഇത് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആയതുകൊണ്ടാണ് നമ്മൾ ആ കൊസൈനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സി എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും സൈൻ ട്രാൻസ്ഫോംസ് ആണ്, അതുകൊണ്ടാണ് അതിൻ്റെ ഇതായിട്ട് എസ് കൊടുത്തിരിക്കുന്നത്. അപ്പം സൈൻ ട്രാൻസ്ഫോംസിൻ്റെ ഇക്വേഷൻസ് ആണ് ഇത് രണ്ടും. അപ്പം 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഇൻറ്റു എഫ് ഓഫ് എസ് എസ് ഇൻറ്റു ജി ഓഫ് എസ് എസ് ഡി എസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഡി എക്സ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി മോഡുലസ് എഫ് ഓഫ് എസ് എസ് ദ ഹോൾ സ്ക്വയർ ഡി എസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ് എന്നായിരിക്കും.